ഏതായാലും കുഞ്ഞികൃഷ്ണന്റെ ഈ പ്രസ്താവനയോടുകൂടി ഒരു തരത്തിലും കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുമായി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വവുമായി അനുരഞ്ജനപ്പെടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരിക്കുകയാണ്. വലിയൊരു യുദ്ധ പോർമുഖത്തിലേക്കാണ് പയ്യന്നൂരിലുള്ള CPM-ഉം അതുപോലെ തന്നെ വി കുഞ്ഞികൃഷ്ണൻ വിഭാഗവും നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. TI മധുസൂദനന് വീണ്ടും ഒരു സ്ഥാനാർത്ഥിത്വം നൽകുന്നതിന് നിലവിലുള്ള ക്രൈറ്റീരിയ വെച്ച് തടസ്സങ്ങളില്ല. പക്ഷേ TI മധുസൂദന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഈ കുഞ്ഞികൃഷ്ണന്റെ നിലപാട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും CPM-ന്റെ പയ്യന്നൂരിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിലുള്ള പാർട്ടി ഘടകത്തിലടക്കം വലിയ തരത്തിലുള്ള ഒരു ഷോക്കാണ് ഇന്നലെ കുഞ്ഞികൃഷ്ണൻ നടത്തി പരസ്യ പ്രസ്താവനയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതിന് വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും KK രാഗേഷ് അടക്കം കമ്മീഷൻ കണ്ടെത്തൽ കുഞ്ഞികൃഷ്ണൻ അംഗീകരിച്ചു എന്നുള്ള കാര്യം കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അംഗീകരിച്ചു എന്നുള്ള വാദമൊക്കെ തള്ളിക്കളയുന്നുണ്ട്. അതിനകത്ത് അതായത് തെരഞ്ഞെടുപ്പ് കൂടെ വരികയാണ്. സ്വാഭാവികമായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ പാർട്ടിയുടെ തട്ടകത്ത് തന്നെ വലിയ പ്രതിരോധമുണ്ടാക്കുന്ന ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന നേതൃത്വം ഇനി അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താനുള്ള സാധ്യതയുണ്ടോ? ജിൽസി, ഇതിനകത്ത് ഇനി സംസ്ഥാന നേതൃത്വം ഏത് തരത്തിൽ ഇടപെടുമെന്നുള്ളതും നമുക്ക് കണ്ടറിയണം. കാരണം ഇതിനകത്ത് ഇന്നലെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഈ 3 ആരോപണങ്ങൾ, അതായത് രക്തസാക്ഷി ഫണ്ട് എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഒരു വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള ഒരു സാധനമാണ് ഈ രക്തസാക്ഷി ഫണ്ട്. അതിനകത്ത് വലിയ തരത്തിലുള്ള തിരിമറി നടത്തി. ഒപ്പം പാർട്ടി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരിമറി നടന്നു. 70 ലക്ഷത്തോളം രൂപ സഹകരണ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം ഇനത്തിൽ ഈ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് വീരിച്ചിരുന്നു. അത് കണക്കുകളിൽ പോലും ഇല്ല എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണം. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് വ്യാജ രശീതി ഉണ്ടാക്കി അതിനകത്തും കൃത്രിമത്വം കാണിച്ചു എന്നുള്ളതാണ് മറ്റൊരു ആക്ഷേപം. ഈ 3 ആക്ഷേപങ്ങളും നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ വി കുഞ്ഞികൃഷ്ണൻ കോടിയേരിയുടെ അടുത്തടക്കം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് കോടിയേരിക്ക് കാര്യങ്ങൾ ബോധ്യമുണ്ടെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായി കൺവിൻസ് ചെയ്ത് പാർട്ടി അന്വേഷണ കമ്മീഷന്റെ അടുത്തോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ അടുത്തോ അത് പൂർണ്ണമായി അവരെ ബോധ്യപ്പെടുത്തുന്നതിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം MV ഗോവിന്ദന് ഈ വിവരങ്ങൾ അറിയില്ലെങ്കിലും MV ഗോവിന്ദനോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്നെ പാർട്ടിക്ക് വേണ്ടേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ച കാര്യം. ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് MV ഗോവിന്ദൻ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ പിണറായിക്ക് ഈ കാര്യങ്ങൾ പൂർണ്ണമായും അറിയാമെന്നും വി കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. പിണറായി അടുത്ത് ഈ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷേ പിണറായിക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് തനിക്കറിയാമെന്ന് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. ഏതായാലും CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടമാണ്. വലിയ തരത്തിൽ പാർട്ടിക്ക് പൊതുജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള അവമതിപ്പുണ്ടാക്കുന്ന ആരോപണങ്ങളാണ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതിക്ക് ഏതെങ്കിലും തരത്തിലൊരു അഴകുഴമ്പ് നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അസാധ്യമാണ്. ഏതായാലും സംസ്ഥാന സമിതി യോഗം നടക്കുന്നതിനാൽ ജില്ലാ സെക്രട്ടറിയും മറ്റ് നേതാക്കന്മാരും ഇപ്പോൾ കണ്ണൂരിലില്ല. അവർ തിരിച്ചെത്തുന്ന ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് കടുത്ത നടപടി വി കുഞ്ഞികൃഷ്ണനെതിരെ സ്വീകരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിലാകും പാർട്ടി നടപടിയെടുക്കുക എന്നുള്ളത് കണ്ടറിയണം. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ മേഖല പയ്യന്നൂരിലുള്ള അദ്ദേഹത്തിന്റെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഏത് തരത്തിലുള്ള ആക്രമണവും അതുപോലെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു എന്ന് പൊതുമധ്യത്തിൽ വിശദീകരിക്കേണ്ടി വരുമല്ലോ പാർട്ടിക്ക്. അങ്ങനെയെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച വാദങ്ങളെല്ലാം തെറ്റാണ്, അതല്ല സംഭവിച്ചത്, മറിച്ച് ഇങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന രീതിയിൽ ഒരു വിശദീകരണത്തിന് എപ്പോൾ സാധ്യതയുണ്ട് CPM-ന്റെ ഭാഗത്ത് നിന്ന് വെച്ചാൽ KK രാഗേഷിന്റെ ഒരു വാർത്താ സമ്മേളനത്തിനൊക്കെ എത്ര വേഗത്തിൽ സാധ്യതയുണ്ട് ഈ ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടിക്കും? സൈഫുദ്ദീൻ, അതാണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നതിനാൽ ഈ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. ഇന്നലത്തെ ഈ KK രാഗേഷിന്റെ വാർത്താക്കുറിപ്പിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ കമ്മീഷൻ തള്ളിയിരുന്നു. അതിനകത്ത് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതായിട്ട് KK രാഗേഷ് പറഞ്ഞിരിക്കുന്നത് ധനാപഹരണം നടന്നിട്ടില്ല, വ്യക്തിപരമായ തരത്തിൽ ധനാപഹരണം നടന്നിട്ടില്ല. പക്ഷേ വരവ് ചെലവ് കണക്കുകൾ സമയബന്ധിതമായി അവതരിപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഈ 3 ഫണ്ടുകളുടെയും കാര്യത്തിനകത്ത് വരവ് ചെലവ് അവതരിപ്പിക്കുന്നതിൽ ബന്ധപ്പെട്ട ഏരിയ സെക്രട്ടറി ആയിരുന്ന TI മധുസൂദൻ ഉൾപ്പെട്ട കമ്മിറ്റിക്ക് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിരുന്നു. പക്ഷേ അതിനകത്ത് വ്യക്തിപരമായി ആരെങ്കിലും ഈ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുകയോ കൈക്കലാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇന്നലത്തെ വാർത്താക്കുറിപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ, അത് കൃത്യമായി പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കുഞ്ഞികൃഷ്ണൻ ഇത്തരത്തിലുള്ള ആരോപണം പൊതുജനമധ്യത്തിൽ ഉയർത്തുമ്പോൾ അത് പാർട്ടിയെ എതിർക്കാനും അടിക്കാനുമുള്ള ആയുധമായിട്ട് എതിരാളികൾ മാറ്റുന്നു.
അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കെ രാഗേഷിന്റെ പ്രസ്താവന പറയുന്നത്. ആ പ്രസ്താവനയെ മുഖവിലക്കെടുത്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഏതായാലും വി കുഞ്ഞികൃഷ്ണനെ തള്ളിക്കൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത. പക്ഷേ അത് ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്ത് കൃത്യമായി പൊതുജന സമക്ഷത്തിൽ പറയേണ്ടി വരും. പറയുന്നത് ഇക്കാര്യങ്ങൾ തന്നെയാകും. അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഏതു തരത്തിലുള്ള വ്യക്തിപരമായ ധനാപഹരണമല്ല, അത് സമയബന്ധിതമായി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നതിൽ വന്ന വീഴ്ച മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതായിരിക്കും പാർട്ടി പുറത്തു പറയാൻ വേണ്ടി പോവുക. ഏതായാലും കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് തള്ളാനുള്ള നീക്കം തന്നെയാണ് CPM-ന്റെ നേതൃതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ.